ശിവഭഗവാന്റെ തോഴനായും വെങ്കടാചലപതി ഭഗവാന്റെ വിവാഹത്തിന് പണം കടമായി കൊടുത്ത് സഹായിച്ച ഭഗവാനായും കുബേര ഭഗവാനെ നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല രാവണന്റെ അർദ്ധ സഹോദരനായും ധനധാന്യാധിപനായും കുബേര ഭഗവാനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി വ്യാഴാഴ്ചകൾ തോറും വരുന്ന കുബേരകാലം എന്നറിയപ്പെടുന്ന വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് നെയ്യൊഴിച്ച് നമ്മൾ കുബേര ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വടക്കു ദിശ നോക്കി ദീപം തെളിയിക്കുന്നത് പോലെ നമ്മൾ വീട്ടിൽ വെച്ച് തെളിയിക്കാവുന്നതാണ്. ദീപം തെളിഞ്ഞു കത്തേണ്ടത് വടക്കു ദിശ നോക്കി ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതും വടക്കു ദിശ നോക്കി വെച്ച് നമ്മൾ ദീപം തെളിയിക്കുവാനായി ശ്രദ്ധിക്കുക. കുബേര വിളക്ക് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. പല തരത്തിലുള്ള വിളക്കുകൾ ഇപ്പോൾ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ലക്ഷ്മി കുബേര വിളക്ക് എന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള തണ്ട് ഇല്ലാത്ത വിളക്കുകൾ, പ്ലെയിൻ ആയിട്ടുള്ള വിളക്കുകളും മാർക്കറ്റുകളിൽ കിട്ടും. നിങ്ങൾക്ക് ഏത് വിളക്കാണോ കിട്ടുന്നത് അത് വെച്ച് തെളിയിച്ചാൽ മതിയാകുന്നതാണ്. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന്റെ പടത്തിന് അലങ്കാരം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ ഭഗവാന്റെ പടം ഇല്ല എന്നിരിക്കെ മഹാലക്ഷ്മി ദേവിയുടെ പടത്തിൽ അലങ്കാരം ചെയ്തുകൊണ്ട് വ്യാഴാഴ്ചകൾ തോറും ഞാൻ ഇവിടെ ഈ പറഞ്ഞ സമയത്ത് ഒരു നെയ്ദീപം തെളിയിച്ച്, കഴിവതും പച്ച നിറത്തിലുള്ള തിരിയിട്ട് നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. 5 രൂപ നാണയത്തൊട്ടുകൾ 108 എണ്ണം എടുത്ത് ഓരോ നാണയത്തൊട്ടുകൾ എടുത്ത് കയ്യിൽ പിടിച്ച് ഓം ലക്ഷ്മി കുബേരായ നമ, ഓം ലക്ഷ്മി കുബേരായ നമ എന്നുള്ള മന്ത്രം ജപിച്ച് ഭഗവാന്റെ പാദത്തിനു താഴെ ഒരു കണ്ണാടി ബൗളോ അല്ലെങ്കിൽ ഒരു തട്ടമോ വെച്ച് നമുക്ക് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നൈവേദ്യമായിട്ട് വെളുത്ത നിറത്തിലുള്ള ഏതൊരു മധുര പലഹാരങ്ങൾ വേണമെങ്കിലും വെച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല ഇതേ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ജോഡിയായിട്ട് കിട്ടുന്ന വിളക്കുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിന് വെളിയിൽ വലതു സൈഡ് മഞ്ഞൾ കൊണ്ട് അവിടെയെല്ലാം മഞ്ഞൾ വെള്ളം കലക്കി തെളിച്ച് വൃത്തിയാക്കുക. മാത്രമല്ല അവിടെ ഒരു തട്ടം വെച്ച് അതിന് മുകളിലായിട്ട് ഇതുപോലുള്ള ഒരു വിളക്ക് വെച്ച് നമുക്ക് അതും തെളിയിക്കാവുന്നതാണ്. ആ വിളക്കും വടക്കു ദിശ നോക്കി തന്നെയാണ് തെളിഞ്ഞു കത്തേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ പുറത്തൊരു ദീപം, അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ ഭഗവാന്റെ പടത്തിന് മുൻപിൽ ഒരു ദീപം തെളിയിച്ച് ഞാനിവിടെ പറഞ്ഞ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ തീർത്തു തരും കുബേര ഭഗവാൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓം കുബേരായ നമ എന്ന് പറയുന്നതിന് പകരം ഓം ലക്ഷ്മി കുബേരായ നമ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയും കുബേര ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുകയും സമ്പദ് വർധനയ്ക്ക് കാരണമാവുകയും അതുപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും.